മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പലതരം കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചിലത് വളരെ വ്യത്യസ്തമായിരിക്കും. അത്തരം ചില കൂട്ടായ്മ അതിന്റെ സംഗമം ഇന്നലെ കൊച്ചിയിൽ നടന്നത്. അതിലാണ് ഇനി പോകുന്നത്. ഈ കൂട്ടായ്മ നിങ്ങളൊന്ന് കാണണം. രാജീവ് പി.കെ അന്വേഷിച്ചുള്ള പോക്കാണ്. ചെന്നത് പെരുമ്പാവൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ. ആദ്യം കണ്ടയാളോട് പേര് ചോദിച്ചു. പേര് രാജീവ് നെടുമ്പാശ്ശേരി. പിന്നെയും ചോദിച്ചു രാജീവ് പണിക്കർ. രാജീവ് മേനോൻ, രാജീവ് പി.എ പുൽപ്പള്ളി വയനാട്, രാജീവ് കണ്ണൂർ, രാജീവ് അറക്കപ്പടി, രാജീവ് പറവൂര്, രാജീവ് എറണാകുളം ചിറ്റൂർ, രാജീവ് കണ്ണൂര്, രാജീവൻ പള്ളിക്കര കോഴിക്കോട്, രാജീവൻ കണ്ണൂർ, രാജീവ് അടിമാലി, രാജീവൻ കരുതാപ്പള്ളി. ചോദിച്ച് ഒടുവിൽ ആളെ കണ്ടെത്തി. രാജീവ് പി.കെ. എന്താ കഥയെന്ന് ഇനി രാജീവ് പി.കെ തന്നെ പറയും. ഇതിനു മുമ്പായിട്ട് ഒന്നോ രണ്ടോ പേരുകാർ ഇങ്ങനെ ഒരു കൂട്ടായ്മ വച്ചിട്ടുണ്ട്. അത് അടുത്തല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. അന്നേ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു ഇത്. ഇതിപ്പോൾ ഒരു 5-6 മാസം മുമ്പ് ഇതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പറഞ്ഞു. അപ്പോൾ അവരും വളരെ പോസിറ്റീവായി സംസാരിച്ചു. അങ്ങനെയാണ് ഇത് ചെറിയ രീതിയിൽ തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് ഒരു 1000-ഓളം മെമ്പർമാരിലേക്ക് ഇത് എത്തുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുണ്ട്. ആദ്യം ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ്, പിന്നീടത് 1000-ലധികം രാജീവന്മാരുടെ ഒരു വലിയ കൂട്ടായ്മയായി മാറി. ഒടുവിൽ ഒരു പാട്ടും സ്വന്തമാക്കി. ഹൃദയമേ നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു, ഹൃദയമേ നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു, ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം മുതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോ. രാജേഷുമാരുടെ കൂട്ടായ്മ പോലെ രാജീവന്മാരുടെ കൂട്ടായ്മയും ഇനി കാണും. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം മുതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോ. പലനാൾ നിന്റെ വരവും നോക്കി ഞാൻ 24 കൊച്ചി. കളികൾ ചൊല്ലി നമ്മള് തമാശക്ക് പറഞ്ഞല്ലേ, ഹലോ രാജീവാണോ? അതെ, ഞാൻ രാജീവാണ്, ഞാനും രാജീവാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരേ പേരുകാർ സംഗമിക്കാൻ തീരുമാനിക്കുന്നു. 1500 രാജീവന്മാരെ ഇനി കണ്ടാൽ അറിയാത്ത രാജീവന്മാരുണ്ട്. അവർ കൂടെ അണിചേരുക. അപ്പൊ സംസ്ഥാനത്തെ രാജീവന്മാരെല്ലാം തിരുവനന്തപുരത്ത് ഒത്തുകൂടണമെന്ന് പറഞ്ഞാൽ എളുപ്പമാകില്ല. അങ്ങനെ ഓരോ പേരുകാരും അനുസരിച്ച് നോട്ടീസ് അയച്ചാൽ മതിയല്ലോ. അപ്പൊ എന്റെ പേരിലുള്ള ആൾക്കാർ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഞാനും ഒരെണ്ണം സംഘടിപ്പിച്ചേനെ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 51 മിനിറ്റ് 38 സെക്കൻഡും. ഹരിയാനയിലെ കോൺഗ്രസ്